ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമ്മുടെയൊക്കെ നാടൻ പലഹാരമായ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറമൊക്കെ നല്ലപോലെ മുരിഞ്ഞ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാം. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയ ശേഷം 4 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയ ശേഷം ചൂടാറുമ്പോൾ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലത്തെ അച്ച് ശർക്കര 5 എണ്ണമാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയോ മുഴുവൻ ഏലക്കയോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 10 ഏലക്കയുടെ കുരുവാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം നല്ല ഫൈനായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കുന്നത്. ഇനി ഞാൻ ഈ ബാറ്റർ 8 to 10 hours ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈമില്ല, ഇപ്പോൾ തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ ബാറ്റർ 10 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനുശേഷം ഇതിലേക്ക് 1 നുള്ളുപ്പും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും നെയ്യിൽ വറുത്ത കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ബാറ്ററിന് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കണം. ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പത്തിന് നല്ല നെയ്യിൻ്റെ മണവും രുചിയൊക്കെ കിട്ടാനും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആവാനും ഇത് സഹായിക്കും. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒരു തവി കൊണ്ട് മുകളിലേക്ക് ചൂടെണ്ണ കോരി ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ വീർത്ത് മുകളിലേക്ക് പൊങ്ങി വരും. ഇനി ഇത് തിരിച്ചും മറിച്ചുവിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാ നെയ്യപ്പവും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നെയ്യപ്പത്തിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ 13 നെയ്യപ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഫുൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.